പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ രാവിലെ സമയം ഷൂ പ്ലാറ്റ്ഫോമിലൂടെ യൂട്യൂബിലൂടെയൊക്കെയായി ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യരായ ദൈവവചന ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വന്യപരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനം അറിയിക്കുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ടുള്ള ആരോഗ്യസ്ഥിതി എനിക്കിന്ന് രാവിലെ ഇല്ല എങ്കിൽ പോലും കർത്താവിനോട് സംസാരിച്ച ഒരു വിഷയം നിങ്ങളോട് അല്പനിമിഷങ്ങൾ ഒരു 10-12 മിനിറ്റ് കൊണ്ട് സംസാരിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. നമ്മൾ വായിച്ച സങ്കീർത്തനം 138 സങ്കീർത്തനമാണ്. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. പൊതുവെ നമ്മൾ ഈ സങ്കീർത്തനങ്ങൾ 180 സങ്കീർത്തനങ്ങൾ വായിച്ചാൽ ആരംഭ ഭാഗങ്ങളിലാണ് ദാവീദിന്റെ സങ്കീർത്തനം നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് കാണുന്നത് നമുക്ക് ആസാഫിന്റെയും കോരഹപുത്രന്മാരുടെയും മോശയുടെ ഒക്കെ സങ്കീർത്തനങ്ങളാണ്. പക്ഷേ ഇപ്പൊ ഈ സങ്കീർത്തനത്തിന്റെ ഒടുവിൽ ഭാഗങ്ങളിലേക്ക് വന്നപ്പോൾ ദാവീദിന്റെ സങ്കീർത്തനത്തെ കാണും. ഈ 138 സങ്കീർത്തനം മുതലുള്ള ഒരു 8 സങ്കീർത്തനങ്ങൾ ദാവീദിന്റെ സങ്കീർത്തനങ്ങളാണ്. അവിടെ ആരംഭകാലങ്ങളിൽ ഇത് ദാവീദിന്റെ സങ്കീർത്തനങ്ങളല്ല എന്നാണ് അവർ ധരിച്ചു വെച്ചിരുന്നത്. പിന്നീടാണ് ഇത് ദാവീദിന്റെ സങ്കീർത്തനമാണെന്ന് മനസ്സിലാക്കാൻ ഉണ്ടായ കാര്യം. ഞാൻ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. 138 സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം നാം ശ്രദ്ധിക്കാം. 138 സങ്കീർത്തനം 8-ാം വാക്യം. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത്. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ നമുക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ദൈവമാണ്. എത്ര പേര് ഇന്ന് രാവിലെ വാ തുറന്ന് പറയും? ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് രാവിലെ വാ തുറന്ന് പറഞ്ഞിട്ട്, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ദൈവമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു 138 സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. എന്താണ് അതിന്റെ അർത്ഥം? ദാവീദ് പറയുന്നു, ചില വിഷയങ്ങളാൽ ഞാൻ ഭാരപ്പെടുന്നുണ്ട്, പക്ഷേ എനിക്ക് വേണ്ടി അതൊന്ന് അവസാനിപ്പിക്കാൻ, ഫിനിഷ് ചെയ്യാൻ, സമാപ്തി വരുത്താൻ ആരുമില്ല. ഇന്നലകളിൽ ശൗൽ തന്നെ വേട്ടപ്പട്ടിയെ പോലെയൊക്കെ വനാന്തരങ്ങളിലൂടെയും ഗുഹകളിലൂടെയും കാടുകളിലൂടെയും മലകളിലൂടെയൊക്കെ ഓടിച്ചപ്പോൾ ദാവീദ് ഒരിക്കൽ നിരാശയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ ശൗലിന്റെ കയ്യാൽ അവസാനിക്കത്തേയുള്ളൂ. എന്നാൽ ഇന്ന് ദാവീദ് പറയുന്നു, ഇല്ല, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ദൈവാത്മാവ് ചിലരെ നോക്കി ഇന്ന് രാവിലെ പ്രവചനാത്മാവിൽ പറയുന്നു, സാമ്പത്തികമാകാം, ആരോഗ്യ പ്രശ്നമാകാം, മാനസിക പ്രശ്നമാകാം, തലമുറയുടെ ഭാവിയെക്കുറിച്ചാകാം, ബിസിനസ് ആകാം, എക്സെട്ര. നിങ്ങൾ ദീർഘകാലമായി ഫേസ് ചെയ്യുന്ന, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളെ സ്ട്രഗിളിലേക്ക് കൊണ്ടുപോകുന്ന ചില വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി യഹോവ ആ വിഷയത്തിന് സമാപ്തി വരുത്താൻ പോകുകയാണ്. യെസ്, രാവിലെ ഇതൊരു പ്രവചന ശബ്ദമായി ഏറ്റെടുത്തുകൊള്ളുക. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന, നിങ്ങളുടെ ദേശത്തിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചില ചോദ്യങ്ങൾക്ക്, ചില പ്രതിസന്ധികൾക്ക് ദൈവാത്മാവ് ഇന്ന് രാവിലെ മറുപടി പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി ആ വിഷയങ്ങൾക്ക് സമാപ്തി വരുത്താൻ പോകുകയാണ്. യഹോവ നിങ്ങൾക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ദൈവമാണ്. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ എന്തൊക്കെ വിഷയങ്ങൾക്കാണ് യഹോവ സമാപ്തി വരുത്തിയതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. സ്തോത്രം. ഒന്ന്, 138 സങ്കീർത്തനം 2-ാം വാക്യം അവസാനിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, നിന്റെ നാമത്തിന് മീതെ ഒക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ദൈവം അവന്റെ വാഗ്ദത്തങ്ങൾക്ക് സമാപ്തി വരുത്തിയിരിക്കുകയാണ്. ഇന്നലെ വരെ നീ കേട്ട വാഗ്ദത്തങ്ങൾ നിന്റെ ചെവിയിലുണ്ട്. പ്രവചന ശബ്ദങ്ങൾ, അരുളപ്പാടുകൾ ഒത്തിരി കിടപ്പുണ്ട്.
നിവർത്തിക്കപ്പെടുവാൻ ഇങ്ങനെ പലതും കിടക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് രാവിലെ പറയുന്നു, നീ കേട്ട ആ വാഗ്ദാനങ്ങൾക്ക് ഒരു സമാപ്തി വരുത്താൻ പോകുകയാണ്. അതിന്റെ നിവർത്തിയിലേക്ക് അത് വരാൻ പോകുകയാണ്. അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. ഈ രാവിലെ ദൂത് കേൾക്കുമ്പോൾ സ്വന്തം തലയിൽ കൈവച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് കൃപ പ്രാപിച്ചവർ വിളിച്ചു പറ, ഇന്നലെ വരെ ഞാൻ കേട്ട വാഗ്ദത്തങ്ങൾ, വചനത്തിലൂടെ കേട്ട വാഗ്ദാനങ്ങൾ, പ്രവാചക ശബ്ദത്തിലൂടെ കേട്ട വാഗ്ദാനങ്ങൾക്ക് എന്റെ ദൈവം സമാപ്തി വരുത്താൻ പോകുകയാണ്. അവധിക്ക് വെച്ച വാഗ്ദത്തങ്ങൾ, അതേ ഓടിക്കൊണ്ടിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, അതേ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വാഗ്ദത്തങ്ങൾക്ക് എന്റെ ദൈവം സമാപ്തി വരുത്തുന്ന വർഷമാണ് 2025. ഈ ഫെബ്രുവരി തിരശ്ശീല വീഴുന്നതിന് മുമ്പ് അവൻ എന്റെ വാഗ്ദത്തങ്ങൾക്ക് സമാപ്തി വരുത്തുമെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, ദൈവം സമാപ്തി വരുത്തുന്ന രണ്ടാമത്തെ കാര്യം 138 സങ്കീർത്തനത്തിന്റെ 3 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. ഞാൻ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയല്ല, പിന്നെ ഞാൻ വിളിച്ചപേക്ഷിച്ച വിഷയത്തിന് നീ എനിക്ക് ഉത്തരമരുളി. അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു, നിന്റെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം സമാപ്തി വരുത്താൻ പോകുകയാണ്. ഈ രാവിലെ ഈ ദൂത് ചാടി പിടിക്കാൻ പറ്റുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്ത് പിടിച്ചുകൊള്ളുക. ദീർഘകാലമായി ഉപവസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിലവിളിയോടെ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ, ഒരുപക്ഷെ കൂടുറങ്ങുന്നവരും നടക്കുന്നവരും ഒന്നും അറിഞ്ഞു കാണുകയല്ല. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞാൽ അർത്ഥം നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന് അവൻ സമാപ്തി വരുത്തുകയാണ്. നീ ദൈവസന്നിധിയിൽ ഇടപെടാതെ മടുത്തു പോകാതെ സ്തോത്രത്തോടെ പ്രാർത്ഥിച്ച ആ വിഷയത്തിന് ദൈവം സമാപ്തി വരുത്തുന്ന പ്രഭാതമാണിത്. വിശ്വസിക്കുക, നമ്മുടെ ദൈവം സമാപ്തി വരുത്തുന്ന ദൈവമാണ്. വിഷയങ്ങൾ കെട്ടിക്കിടക്കാനല്ല, പിന്നെ വിഷയങ്ങൾ ഫിനിഷ് ചെയ്ത് സമാപ്തി വരുത്തുന്ന ദൈവമാണ്. സ്തോത്രം. മൂന്നാമത്തെ കാര്യം അവിടെ എഴുതിയിരിക്കുന്നു, 3 വാക്യത്തിന്റെ സെക്കൻഡ് പോർഷൻ എഴുതിയിരിക്കുന്നു, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ ഹൃദയത്തിൽ അധൈര്യത്താലും ഹൃദയത്തിൽ ക്ഷീണത്താലും ഇരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്തു? ഉള്ളിൽ ബലം നൽകി ധൈര്യപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവം സമാപ്തി വരുത്തിയ മൂന്നാമത്തെ വിഷയം, നിന്റെ ഹൃദയത്തിലെ അധൈര്യത്തിന്, ഹൃദയത്തിലെ ഭീരുത്വത്തിന്, ഹൃദയത്തിന്റെ ക്ഷീണത്തിന് ദൈവം സമാപ്തി വരുത്തുകയാണ്. എങ്ങനെയാ സമാപ്തി വരുത്തിയത്? അവന്റെ ബലമുള്ളിൽ പകർന്ന് ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പാസ്റ്ററെ, ആ സമയത്ത് എനിക്ക് എങ്ങനെയാ ധൈര്യം എന്നറിയില്ല. നിനക്കറിയത്തില്ലെങ്കിൽ അതിന്റെ സോഴ്സ് ആണ് നീ സേവിക്കുന്ന ദൈവം. ഇന്ന് രാവിലെ ചില വിഷയങ്ങളെ ഫേസ് ചെയ്യാൻ, ചില വിഷയങ്ങളുടെ നടുവിൽ ബോൾഡായി നിൽക്കാൻ, ചില വിഷയങ്ങളുടെ നടുവിൽ നെഞ്ചും നെറ്റിയും കൊടുത്ത് നിൽക്കാൻ, ഇന്ന് രാവിലെ ഇതുവരെ നിന്റെ ഉള്ളിൽ ഭരിച്ച മുഴുവൻ ക്ഷീണത്തെയും മുഴുവൻ അധൈര്യങ്ങൾക്കും ഭീരുത്വത്തിനും ദൈവം സമാപ്തി വരുത്തിയിട്ട് നിന്റെ ഉള്ളിൽ ബലം നൽകി നിന്നെ ധൈര്യപ്പെടുത്താൻ വേണ്ടി പോകുകയാണ്. അങ്ങനെങ്കിൽ ദൈവം അവന്റെ വാഗ്ദാനങ്ങൾക്ക് സമാപ്തി വരുത്തും, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന് സമാപ്തി വരുത്തും, നിന്റെ ഉള്ളിലെ അധൈര്യങ്ങൾക്ക്, ക്ഷീണങ്ങൾക്ക്, ബലഹീനതകൾക്ക് സമാപ്തി വരുത്തും. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗത്തുനിന്ന് ഓടിപ്പോവുകയാണ്. സ്തോത്രം. ദൈവം സമാപ്തി വരുത്തുന്ന 4ാമത്തെ കാര്യം. സ്തോത്രം. ദൈവം സമാപ്തി വരുത്തുന്ന 4ാമത്തെ കാര്യം, സ്തോത്രം, 7ാം വാക്യത്തിൽ കാണുന്നു. 7ാം വാക്യത്തിൽ, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലരുടെ കഷ്ടതകൾക്ക് അവൻ സമാപ്തി വരുത്താൻ പോകുകയാണ്. ചിലർ പറയുന്നു, പാസ്റ്ററെ, ഞങ്ങൾ കഷ്ടതയുടെ നടുവിലാണ്. സ്തോത്രം. ചിലർ പറയുന്നു, ജനിച്ച കാലം മുതൽ സന്തോഷിച്ച ഒരു ഓർമ്മയില്ല, തിരിച്ചറിവായ പ്രായം മുതൽ വണ്ടിക്കാളെ പോലെ ഭാരം വലിക്കുകയാണ്,
ഒരു പുരുഷന്റെ ആയുസ്സിലോ സ്ത്രീയുടെ ആയുസ്സിലോ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു. ഇല്ല കുഞ്ഞെ, ദൈവാത്മാവ് പറയുന്നു, കഷ്ടം നിന്റെ ലൈഫിൽ വരാൻ ദൈവം അനുവദിച്ചെങ്കിൽ കഷ്ടം അനുഭവിപ്പിച്ച ആ സംവത്സരങ്ങൾക്ക് പകരം ദൈവം നിനക്ക് ആശ്വാസത്തിന്റെ കാലം തരാതെ നിന്നെ ഇവിടുന്ന് മാറ്റുകയില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ കർത്താവിനോട് പറയുന്നു, മതി, കഷ്ടതയുടെ നടുവിൽ നടന്നത് മതി. യഹോവ നിനക്ക് വേണ്ടി ആ കഷ്ടതയ്ക്ക് സമാപ്തി വരുത്താൻ പോകുകയാണ്. എത്ര പേര് ആമേൻ പറയുന്നു എനിക്കറിയത്തില്ല. കാലങ്ങളായി നീ ഫേസ് ചെയ്യുന്ന, കാലങ്ങളായി നീ അനുഭവിക്കുന്ന ആ സ്ട്രഗിളുകൾക്ക്, ആ കഷ്ടതയ്ക്ക് ദൈവം ഒരു സമാപ്തി വരുത്തുകയാണ്. സ്തോത്രം. എങ്ങനെ ആ സമാപ്തി വരുത്തുന്നത്? കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഹോ, രക്തത്താഴ്ചയം. ഇന്ന് രാവിലെ കഷ്ടതയ്ക്കകത്തുനിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഒരു അസാധാരണകരമായ ജീവൻ നിന്നിലേക്ക് പകരാൻ പോവുകയാണ്. ഈ കഷ്ടത നിന്നെ തീർക്കുമെന്നോ, ഈ കഷ്ടത നിന്നെ കൊണ്ട് പോകത്തുള്ളെന്നോ, ജഡത്തിൽ അനുഭവിക്കുന്ന കഷ്ടതയാകാം, ആത്മാവിൽ അനുഭവിക്കുന്ന കഷ്ടതയാകാം, സാമ്പത്തികമായിരിക്കാം, തലമുറയുമായി ബന്ധപ്പെട്ട, പക്ഷെ ഏത് ടൈപ്പ് കഷ്ടതയാണെങ്കിലും ആ കഷ്ടത നിന്നെ അവസാനിപ്പിക്കത്തില്ല. ആ കഷ്ടതയിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ ഇന്ന് രാവിലെ സമയം നിന്നിലേക്ക് ഒരു ജീവൻ പകരുകയാണ്. കഷ്ടത നിന്റെ ജീവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ കഷ്ടതയെ ഓവർകം ചെയ്ത് ജീവിക്കാൻ ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിലൊരു ജീവൻ പകരുന്നു. അങ്ങനെയെങ്കിൽ വാ തുറന്ന് പറ, ദൈവം എന്റെ കഷ്ടതയ്ക്കൊരു സമാപ്തി വരുത്തുന്ന ദൈവമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. നമ്മൾ കണ്ടു 4 കാര്യങ്ങളിൽ ദൈവം സമാപ്തി വരുത്തുന്നു. ഒന്ന്, അവന്റെ വാഗ്ദാനങ്ങളിൽ അവൻ സമാപ്തി വരുത്തും. 2, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അവൻ സമാപ്തി വരുത്തും. 3, ഹൃദയത്തിന്റെ ക്ഷീണങ്ങൾക്ക്, അധൈര്യങ്ങൾക്ക് അവൻ സമാപ്തി വരുത്തും. 4, കഷ്ടതകൾക്ക് സമാപ്തി വരുത്തുന്ന ദൈവമാണ്. സ്തോത്രം. ഇനി ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആർക്കു വേണ്ടിയാണ് യഹോവ സമാപ്തി വരുത്തുന്നത്? ആർക്കു വേണ്ടിയാണ് യഹോവ സമാപ്തി വരുത്തുന്നത്? സ്തോത്രം. 138 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ നിങ്ങൾ പുനഃപരിശോധന നടത്തിയാൽ ഇതിന്റെ മറുപടി അവിടെ കിടപ്പുണ്ട്. ആർക്കു വേണ്ടിയാണ് യഹോവ സമാപ്തി വരുത്തുന്നത്? 1-ാം വാക്യത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന സങ്കീർത്തനക്കാരൻ, ദേവന്മാരുടെ മുമ്പാകെ കീർത്തിക്കുന്ന സങ്കീർത്തനക്കാരൻ, ഇംഗ്ലീഷിൽ പ്രൈസ് ചെയ്യുന്നെന്നാ പറയുന്നത്. 2-ാം വാക്യത്തിൽ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിക്കുന്ന സങ്കീർത്തനക്കാരൻ, തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്ന സങ്കീർത്തനക്കാരൻ. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. 1-2 വാക്യങ്ങളിൽ സ്തോത്രം ചെയ്യുന്നു, കീർത്തിക്കുന്നു, നമസ്കരിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പദങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഒറ്റ കാര്യത്തെയാണ്: ദൈവത്തെ ആരാധിക്കുക. സ്തോത്രത്തോടെയും കീർത്തനത്തോടെയും ദൈവത്തെ ആരാധിക്കുക. സ്തോത്രം ചെയ്തും കീർത്തനം ചെയ്തും ദൈവത്തെ ആരാധിക്കുകയാണ് സങ്കീർത്തനക്കാരൻ 1-2 വാക്യത്തിൽ. 1-2 വാക്യത്തിൽ സ്തോത്രം ചെയ്തും കീർത്തനം ചെയ്തും ദൈവത്തെ ആരാധിച്ചപ്പോൾ 8-ാം വാക്യത്തിൽ യഹോവ അവന് വേണ്ടി സമാപ്തി വരുത്തുകയാണ്. ഇന്ന് രാവിലെ നടക്കുമ്പോഴാകട്ടെ, കിടക്കുമ്പോഴാകട്ടെ, വാഹനത്തിൽ പോകുമ്പോഴാകട്ടെ, കിച്ചണിൽ നിൽക്കുമ്പോഴാകട്ടെ, തനിച്ചിരിക്കുമ്പോഴാകട്ടെ, വാ തുറന്ന് സ്തോത്രം ചെയ്യുകയും കീർത്തനം ചെയ്യുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്ത് അവനെ ആരാധിക്കാൻ ഈ രാവിലെ സമയം നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നീ 1-2 വാക്യങ്ങളിൽ ആരാധിച്ചു തുടങ്ങിയാൽ 8-ാം വാക്യത്തിൽ യഹോവ നിനക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഈ രാവിലെ സമയം ഇടംബലം നോക്കാതെ, സ്ഥലകാല പരിതസ്ഥിതികൾക്ക് അതീതമായി ദൈവത്തെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് സ്തോത്രം ചെയ്യുവാനും, ദൈവത്തെ മഹത്വപ്പെടുത്താനും, കീർത്തനം ചെയ്യാനും, നമസ്കരിക്കാനും, പ്രൈസ് ചെയ്യാനും ഈ രാവിലെ നീ തയ്യാറായാൽ, നീ ആ വിഷയങ്ങളുമായി അധികകാലം മുന്നോട്ട് പോകത്തില്ല, അധിക സമയം മുന്നോട്ട് പോകത്തില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവന് വേണ്ടി
അതേ വിഷയങ്ങളിൽ സമാപ്തി വരുത്തുന്ന ഒരു ദൈവം നിനക്ക് ജീവിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. ആകയാൽ നമുക്ക് ഇന്ന് രാവിലെ വളരെ പ്രതീക്ഷയോടെ ആയിരിക്കാം. നമ്മുടെ ദൈവം സമാപ്തി വരുത്തുന്ന ദൈവമാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നസ്രയനായ യേശുവിൻ നാമത്തിൽ ഇന്ന് രാവിലെ ഞങ്ങളോട് ഇടപെട്ട ദൈവവചനത്തിനായി സ്തോത്രം. വചനത്താൽ കർത്താവ് അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിന്റെ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണം. ഇന്നത്തെ പകൽ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കും. എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസുകളെയും വാർത്തകളെയും ക്യാൻസൽ ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ മേൽ ഈ വചനത്തിന്റെ അനുഗ്രഹം പകരട്ടെ. എല്ലാ മഹത്വവും കർത്താവിന്. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിക്കും യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചേർത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയനരിക പിതാവിനെ ശക്തിയോടെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും സമാധാനം, വന്ദനം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും 6 മണിക്ക് കണ്ട് പ്രാർത്ഥനയ്ക്കായി സംബന്ധിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.